Alhamdulillah. Alhamdulillahi Rabbil Alameen. Salatu wassalamu ala Rasulil Kalim wa ala alihi wa sahbihi ajma'in. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ചില്ലേ? അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. എല്ലാം റാഹത്തായിട്ട് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാവട്ടെ. കൃത്യമായിട്ടും സ്വീകരിക്കപ്പെടുന്ന അമലുകളായി മാറാനും വിധി കൂട്ടട്ടെ റബ്ബേ. നമ്മുടെ മക്കളൊക്കെ തൗഹീദിന്റെ വക്താക്കളായി തീരുവാനും ഒരുപാട് അമലുകൾ ചെയ്ത് അല്ലേ, നമുക്കും അവരിൽ നിന്ന് പ്രതിഫലം വാങ്ങാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാകട്ടെ. ആമീൻ. എന്നിട്ട് നമ്മുടെ വിഷയം ഒരു വെറൈറ്റി വിഷയമാണ് അല്ലെ. വീട്ടിൽ നിന്ന് ലൈലത്തുൽ ഖദർ നമസ്കരിക്കുന്നവർക്ക് വമ്പിച്ച ഓഫർ അല്ലേ. അപ്പം ഞാന് പിന്നെ ഒരു തറാവി നിസ്കാരത്തിന്റെ വിരോധി ആയതൊന്നും കൊണ്ടൊന്നും പറയല്ല. കാരണം ഒരുപാട് ആളുകൾ തറാവി പണ്ട് നമസ്കരിച്ചവരാണ്. ഇപ്പൊ നമസ്കരിക്കാൻ പോകാൻ പറ്റുന്നില്ല, കാലിന് സുഖമില്ല, പിന്നെ ബാലൻസ് ഇല്ല, അതല്ല യൂറിൻ ഇൻഫെക്ഷൻ, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് വീട്ടിൽ കഴിയുന്നോലുണ്ട് അല്ലെ. ഓപ്പറേഷൻ ആയോര്, സ്റ്റിച്ച് ഇട്ടോല്, പിന്നെ റെസ്റ്റ് തീരാത്തോല്, ചെറിയ മുല കുടിക്കുന്ന ഉമ്മമാരില്ലേ, അവർക്ക് കുട്ടികളെയും കൊണ്ട് വീട്ടിലെ പണികളൊക്കെ തീർക്കണം ഒരു 8 മണിന്റെ ഉള്ളിൽ. എന്നിട്ട് ആ മുല കുടിക്കുന്ന കുട്ടീനൊക്കെ തെറ്റി അവിടെ എത്തിക്കഴിഞ്ഞാൽ തറാവി നടക്കുന്ന സമയത്ത് കുട്ടി കാര്യം അങ്ങനെ ഉണ്ട് വിഷമം. അപ്പൊ അവർക്കൊക്കെ മനസ്സിലൊരു വിഷമം ഉണ്ടാവും. നമ്മൾ എങ്ങനെ നിസ്കരിക്കുക, ഇവർക്കെല്ലാം ഉള്ള കൂലിയൊക്കെ കിട്ടിപ്പോവല്ലോ റബ്ബേ, എനിക്ക് കിട്ടുന്നില്ലാലോ എന്നുള്ള അല്ലെ. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാത്രമല്ല, പിന്നെ ചിലത് കുട്ടികളെ എക്സാം ആയിരിക്കും, അവരെ നേരത്തെ കടത്തി ഫുഡ് കൊടുത്ത് ഉറക്കിയെങ്കിൽ അവർ നേരത്തെ 6:30 ഓട്ടോറിക്ഷക്കാരൻ വരുമ്പോ മക്കൾ എണീക്കുള്ളൂ. അപ്പൊ മക്കൾ ഒറ്റക്കായി പോകുമ്പോ വീട്ടിൽ ആരും ഇല്ല. പിന്നെ ഇനി അതല്ല, അമ്മായിയമ്മ, ഉമ്മ, അങ്ങനെ വയസ്സായ ആളുകളൊക്കെ ഉണ്ട്, അവരെ കെയർ ചെയ്യാൻ ആരുമില്ല, നമ്മൾ ഇറങ്ങിപ്പോയി, അങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. നമുക്ക് ത്രാബിയൊക്കെ പോയി നിസ്കരിക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. പക്ഷെ കഴിയാത്തവർക്ക് ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് എന്റെ ലക്ഷ്യം, ഇൻഷാ അല്ലാഹ്. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിക്കപ്പെട്ടു. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു സ്വലാത്തി അഫ്ളൽ ബഅദൽ മക്തൂബത്തി ഖാല സ്വലാത്തുൽ ലൈൽ. അപ്പൊ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നമസ്കാരം ഏതാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ നമ്മുടെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി എന്താണ്? സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ്. അതില്ലേ, നമ്മൾ എത്ര നോമ്പടിച്ചിട്ടും എത്ര സദക്ക കൊടുത്തിട്ടും ആളുകളുടെ ഇടയിൽ വലിയ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് പള്ളിയിലൊക്കെ എടുക്കാനും വിളമ്പാനും അങ്ങനത്തെ ഒക്കെ കാര്യത്തിലൊക്കെ മുന്നില് എന്തിനു വിളിക്കാനും എല്ലാത്തിനാണെങ്കിലും, പക്ഷെ ചിലർക്ക് മാത്രം തഹജ്ജുദ് എന്ന മഹാഭാഗ്യം കിട്ടുള്ളൂ, സിദ്ധിക്കുള്ളൂ അല്ലെ. അത് ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യ. അവർക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, എന്താ പറയാ, നമ്മളെ ശരീരത്തിൽ നമ്മളെ കയ്യും കാലും പോലെ ആയി തീരും. എന്ത് തഹജ്ജുദ് നമസ്കരിച്ച് തുടങ്ങിയവർക്കില്ലേ, കയ്യും കാലും ഇല്ല നമുക്ക് ഒരു പണി നടക്കൂല. ഇനി ഒരു 1-2 ദിവസം ഹസ്ബൻഡ് മലേഷ്യയിലോ സിംഗപ്പൂരിലോ പോയാലും നോ പ്രോബ്ലം, തിരിച്ചു വരുമല്ലോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നേരത്തെ നമ്മൾ കിടന്നുറങ്ങും അല്ലെ. അപ്പൊ നമുക്ക് തഹജ്ജുദ് ഇല്ലാണ്ട് അത് ശീലിച്ചവർക്ക് അതൊരു വലിയ ഒരു വിഷമം തന്നെയാണ്. എനിക്കൊക്കെ അത് മിസ്സായി കഴിഞ്ഞാൽ ശരിക്കും കരഞ്ഞോ, അല്ലാ അതൊന്ന് പോയല്ലോ റബ്ബേ എന്ന് വിചാരിച്ചിട്ട് അല്ലേ. അപ്പം തഹജ്ജുദിനെ സംബന്ധിച്ചിടത്തോളം അത് അതിനൊരു എന്താ പറയണ്ടേ, അതിനങ്ങനത്തെ ഒരു മാസ്മരികത ഉണ്ട് അല്ലെ തഹജ്ജുദ്. അങ്ങനെ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള ഫർള് നമസ്കാരം ഫർള് നോമ്പ് സുന്നത്ത് നോമ്പ് മുഹറത്തിലെ നോമ്പാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമം ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ തഹജ്ജുദ് ഏതുമാവാം അല്ലെ. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നീ അറിയണം തീർച്ചയായും വഅലം അല്ലെ, അതൊരു കമാൻഡാണ്, ഒരു എന്താ പറയാ, ഒരു പിന്നെ ആജ്ഞാപനം അല്ലെ. തീർച്ചയായും സത്യവിശ്വാസികളുടെ മഹത്വം അവന്റെ രാത്രി നമസ്കാരത്തിലാണ്. അവന്റെ ഇസ്സത്ത്, പ്രതാപം ജനങ്ങളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ ധന്യനാകല്. വാലം അന്ന ഷറഫൽ മോമിന് ഖിയാമഹു ബില്ലൈലി വഇസ്സുഹു ഇസ്തിഗ്നാഹു അനിന്നാസി. അതായത് പിന്നെ ഒരു സത്യവിശ്വാസിയുടെ ഇജ്ജത്ത് അവന്റെ നമസ്കാരം, ആ നമസ്കാരക്കാരന്റെ മുഖത്തിന് ഒരു പ്രകാശം ഉണ്ടാവും. അത് തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാൻ 1, 2, 3 ക്ലാസ് മതിയാവില്ല. അതിന് മാത്രം ഏകദേശം 100-ലധികം ഞാൻ തന്നെ എഴുതി വെച്ചതുണ്ട്. അത്രയും നല്ല
നല്ല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ അത്രയും മഹത്വമുള്ള ഒരു നമസ്കാരം, ഇത്രയും നല്ല അല്ലെ ഫർള് നമസ്കാരത്തിന് ഇല്ലേ പ്രത്യേകത എന്ന് തോന്നിപ്പോകുമാറ് പ്രാധാന്യം അറിയിക്കുന്ന മഹത്തായ ഒരു നിസ്കാരം തന്നെ. അപ്പൊ വിശ്വാസിയുടെ ഇസ്സത്ത്, പ്രതാപം, ഐശ്വര്യം ആ നമസ്കാരത്തിലാണ്. പിന്നെ ജനങ്ങളിൽ നിന്ന് ഒന്നും ചോദിക്കാതിരിക്കില്ല. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നല്ലേ കൈകാട്ടി ചെല്ലാന്നുള്ള ഒരു ഇത്. പഠിച്ചോനെ കാക്ക്. ഇപ്പൊ പലരും പല ആവശ്യങ്ങളും ചോദിക്കുന്നവരൊക്കെ അങ്ങനത്തെ ഓരോ ഘട്ടത്തിലായതുകൊണ്ട് മാതല്ല. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ ആ ടപ്പ് ഊരിയ തന്നെ അല്ലെ. അതല്ല, കാത്തു രക്ഷിക്കട്ടെ റബ്ബേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, ആസ്പത്രിയിൽ കണക്കില്ലാത്ത ബില്ല് വരുന്നതിൽ നിന്നും, ആളുകൾ നമ്മെക്കുറിച്ച് ബുദ്ധിമുട്ടുന്നതിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ അങ്ങനെ ഒട്ടനവധി ഫളായിലുകളുള്ള നമസ്കാരമാണ് രാത്രി നമസ്കാരം അല്ലെ. അപ്പൊ ടുഡേസ് അവർ ടോപ്പിക് റമദാൻ മാസങ്ങളിൽ എല്ലാരും തന്നെ ഓട്ടപ്പാച്ചലാണ് അല്ലെ. റമദാനും കൂടെ ആയിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഉംറക്ക് പോവും, കുറെ ആൾക്കാര് എന്താ പറയാ പിന്നെ മക്കത്ത് പിന്നെ ഒരു മാസത്തേക്ക് പോകും, ചിലര് 2 വീക്കിലേക്ക്, മറ്റു ചിലര് ലാസ്റ്റ് 10. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരും തന്നെ ആ ഒരു തിരക്കിലാണ്. റമദാൻ ആയാലല്ലേ എങ്ങനെ കൂലി വാരി പിടിക്കാമെന്നല്ലേ. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയുള്ളു, പ്രതിഫലം വേണം അല്ലെ. ഒരു ഉമ്മ പെറ്റ പൈതലിനോളം പാപമോചനം കിട്ടിയിട്ട് നമ്മളെ റമദാനും കൂടെ കഴിയുമ്പത്തേക്കും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ചെയ്താൽ പോരാ എന്നുള്ളല്ലേ എന്ന രീതിയിൽ സ്വർഗത്തിൽ പോകണം. ഉമ്മ പ്രസവിച്ച പൈതലിനോളം പരിശുദ്ധമായ രീതിയിൽ സ്വർഗത്ത് പോകണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. മാഷാ അല്ലാഹ്, അള്ളാഹു എത്തിച്ചു തരട്ടെ അല്ലെ. ഇപ്പൊ ന്യൂ ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ മക്കൾ ഏതെങ്കിലും ഗൾഫിൽ ഉണ്ടെങ്കിൽ അവരെ കൂടെ അല്ലെ UGC കൺട്രിയിൽ, ഖത്തറിലോ ദുബായിലോ കുവൈത്തിലോ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവിടെ താമസിച്ചിട്ട് എന്താക്കണം, അമലുകളൊക്കെ ഒരുപാട് ചെയ്യാന്നുള്ള ഒരു പ്രത്യേക മോട്ടിവേഷനും കൂടെ ഇപ്പൊ നമുക്ക് കാണാം അല്ലെ. എല്ലാ ആൾക്കാരും ആ ഒരു തിരക്കിലാണ്. അപ്പൊ ഇമാമിനൊപ്പരം സുദീർഘമായിട്ട് നമസ്കരിക്കുക. ഒന്നാമത് അവിടെ പോയാൽ കിട്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്താന്ന് വെച്ചാല് അവിടെ രാത്രി നമസ്കാര, പള്ളികളിലൊക്കെ ഭയങ്കര നോമ്പോറ്, രാത്രി നമസ്കാരമൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. അപ്പൊ ഇമാമിനോടൊപ്പം ഒരുപാട് സുദീർഘമായിട്ട് നിസ്കരിക്കാം അല്ലെ. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, നല്ല ടെൻഡൻസി തന്നെ, ന്യൂജൻ ട്രെൻഡ് ആണെങ്കിൽ പോലും അല്ലെ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, പഠിച്ച തമ്പുരാനെ, നമ്മളെ ഒരുപാട് മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, അങ്ങനെ ഒരുപാട് ആളുകളിലെ മരിച്ചു പോയിട്ടുണ്ട്. പഠിച്ചവന് അവർക്ക് ഈ ഭാഗ്യമൊന്നും കിട്ടിയില്ലാലോ അല്ലെ. അവര് അടുപ്പില് പിന്നെ പത്തിരിയും ചുട്ട് വേർപ്പും ചൂടും സഹിച്ച് ജീരകക്കഞ്ഞിയും വെച്ച് കോഴിയും പത്തിരി ഉണ്ടാക്കി പുതിയാപ്പളുടെ വീട്ടിൽ കോളും കൊടുത്ത് നോമ്പും തുറപ്പിച്ച് ഭയങ്കര ചൂടുള്ള അടുപ്പിൽ കത്തിച്ച് അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതം അങ്ങ് പുകഞ്ഞു തീർന്നു പോയല്ലോ റബ്ബേ എന്ന് ഞാൻ ആലോചിച്ചു പോകില്ല. ഇപ്പോഴത്തെ മക്കൾ ഇപ്പൊ ഏതെങ്കിലും ഒന്ന് ഗൾഫിലുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ഗൾഫിൽ പോകാന്നുള്ള ഒരു ചിന്താണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആൾക്കാര് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പ് എന്ന് പറയുന്ന പോലെ അമേല് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഇങ്ങനെയല്ലേ ആപ്തരായിട്ട് നിൽക്കുക. ഏതെങ്കിലും ഒരു മോനോ മോളോ ഉണ്ടെങ്കിൽ ഓളപ്പുരം പോയി ഒരു മാസം കുറച്ച് പലഹാരം കൊണ്ട് അങ്ങ് പോകും അല്ലെ. അതെല്ലാം അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ച് നോമ്പ് തുറക്കുമ്പോ അതൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പൊരിച്ചും വാട്ടിയൊക്കെ കൊടുക്കും, എന്നിട്ട് ഇതൊരു പള്ളിയിൽ പോയിരിക്കും. ഇവിടെ ആകുമ്പോ ഉള്ള ഉത്തരവാദിത്തങ്ങളോ ഫോൺ കോളുകളോ ബെല്ലടികളോ ഒന്നും ഇല്ലാലോ അല്ലെ. സർവശക്തനെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്, ലെറ്റ് us go ബാക്ക് ടു ദ ടോപ്പിക്. നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് പോകാം അല്ലെ. അതായത് നമ്മുടെ ഇടയിൽ ത്രാബിയക്ക് പോകാൻ പറ്റാത്ത, ഇങ്ങനെ ഞാൻ മേൽപ്പറഞ്ഞ ആ കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റുന്നവർക്ക് ഒരു ആശ്വാസം, ഒരു സമാധാനം, ഒരു സന്തോഷമാണ് നമ്മൾ ഇവിടെ നൽകുന്നത് അല്ലെ. അതായത് 6 മുതൽ 9 മണി 6 PM 9 PM വരെയുള്ള സമയത്തിൽ അവർ ബിസി ആയിരിക്കും അല്ലെ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, മേശ സംസ്കരിക്കണം, ത്രാബി കഴിഞ്ഞ് വരുന്ന ഹസ്ബൻഡിന് ഫുഡ് എടുത്ത് വെച്ച് കൊടുക്കണം, അങ്ങനെ ഒരുപാട് ഒരു തിരക്കേറിയ ഒരു സമയം. പാത്രങ്ങൾ കഴുകാനുണ്ടാവൂല, ഈ കഴിച്ച ഫുഡിന്റെ ഒക്കെ പാത്രങ്ങൾ ഉണ്ടാവും. എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ ഉള്ളപ്പോ പറയാം, ഒന്ന് കൈ ഒന്ന് പൊന്തി വായി തുറന്ന അപ്പൊ അത് 4-5 പാത്രം വരും. ശരിയാ,
ഒന്ന് നമ്മൾ കൈതുറങ്ങുന്ന വായിലെത്തണമെങ്കിൽ ഒരു ചായ അല്ലാത്ത എന്തെങ്കിലും ഒരു കടികൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 4-5 പാത്രം അപ്പോൾ ഓൾറെഡി ഉണ്ടാവും. പിന്നെ വേറെ ആരെയും കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട അല്ലെ. അപ്പൊ അങ്ങനെയാണ് പാത്രത്തിന്റെ കാര്യം ലേഡീസിന് മാത്രമേ അറിയുള്ളൂ, ആണുങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ളവര് പെട്ടെന്ന് ഏശയും നിസ്കരിച്ച് ഭക്ഷണം, കുട്ടികൾ പഠിക്കാനുള്ളവർ പഠിച്ച് പെട്ടെന്ന് കിടന്നുറങ്ങാം അല്ലെ. അപ്പം പിന്നെ കിടന്നുറങ്ങുമ്പോ ഹസ്ബൻഡ് വരും, ബെല്ലടിക്കുമ്പോ അതിൽ തുറക്കണം, മൂപ്പരെ കൂടെ നിൽക്കണം, ഭക്ഷണം കൊടുക്കണം. അങ്ങനെയൊക്കെ ഓരോ ഹാബിറ്റ്സ് നമ്മൾ അവരെ പിന്നെ ശീലാക്കിയിട്ടുണ്ട് അല്ലെ. നമ്മൾ തന്നെ ശീലാക്കിയത് അവർക്ക് അല്ലെ, കൂടെ നിന്ന് ഫുഡ്. അതാണല്ലോ അതിന്റെ ഒരു ഇസ്ലാമിക രീതി. പക്ഷെ ഈ റമദാനിൽ നമുക്ക് എന്ത് പറയാം, ദാ നിങ്ങളെ ഫുഡൊക്കെ ആണ് എടുത്ത് വെച്ചിട്ടുണ്ട്, കാസറോളിൽ കറിയും പത്തിരിയും കൂടെ ഒന്നിച്ച് ഒരു പാത്രത്തിൽ കറി മൂടി വെച്ച് അതിന്റെ അടിയിൽ പിന്നെ പത്തിരിയും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചൂടാറൂല. അങ്ങനെ വെച്ച് ചായ വേണമെങ്കിൽ ചായ, പിന്നെ അതുപോലെ കഞ്ഞി കുടിക്കുന്ന പോലാണ് കഞ്ഞി ഫ്ലാസ്കിൽ അയച്ചു വെക്കുക. ചെറിയ ചെറിയ ഫ്ലാസ്ക് ഇട്ടാനുണ്ട്, 1 ഗ്ലാസ് 2 ഗ്ലാസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കുക എന്നൊക്കെ ഒക്കെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം മൂപ്പര് റിയാക്ട് ചെയ്യും. കാരണം നമ്മൾ കൂടെ നിന്ന് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചതാണല്ലോ ഇവരെ. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ പോകുന്ന അതേ സ്വർഗത്തിലേക്ക് ഞാനും പോണ്ടേ, ഞാനും കുട്ടികളും സ്വർഗത്ത് പോണെങ്കിൽ ലേശം ഒന്ന് നിങ്ങളും സഹിക്കില്ലേ. അടുക്കളയിൽ പത്തിരിയും ചുട്ട് കുട്ടികളെ നോക്കി നിന്നാൽ മാത്രം മതിയോ? ഈ കുട്ടികളെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ജമാഅത്ത് ഒഴിവാക്കിയിട്ടുണ്ടോ? എനിക്ക് ഏതെങ്കിലും ഒരു ജമാഅത്ത് കിട്ടലുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഏതെങ്കിലും ഒരു ജമാഅത്ത് കിട്ടലുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു ജമാഅത്ത് ഒഴിവാക്കിയിട്ടുണ്ടോ? അപ്പൊ പ്രവാചക പത്നിമാരൊക്കെ ഈ വിഷയത്തിൽ മത്സരം വെച്ച് എത്തിക്കാഫ് ഇരുന്ന് ടെന്റ് കെട്ടിയിട്ട്, അതൊന്നും ഞാൻ പറയാൻ എത്തിക്കാഫിന് പോണം പറ്റെങ്കിൽ അങ്ങനെ ഒക്കെ ഒന്ന് പറഞ്ഞ് മയത്തിലിടണം. നല്ല സ്വഭാവമുള്ള സമയത്തോട്ടെ, ദേഷ്യം പിടിക്കുന്ന സമയത്തല്ല. ചിലപ്പോ അവരപ്പോൾ അതൊന്നും സമ്മതിച്ചെന്നും വരില്ല, കേട്ടെന്നും വരില്ല, കേൾക്കാത്ത ഭാവം നടിച്ച് ഭയങ്കര ദേഷ്യം അഭിനയിക്കും. കാരണം നമ്മൾ കിടന്നുറങ്ങുന്നതും അവർക്ക് താല്പര്യമില്ല, നമ്മൾ ത്രാബിയൊക്കെ പോകുന്നതും അവർക്ക് താല്പര്യമില്ല. വല്ലതൊക്കെ ഇങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിൽ വന്ന പോലെ കിട്ടണം അല്ലെ, അതാണ് അവർക്ക്. പക്ഷെ അവർ ഇമാമിനോടൊപ്പം നിസ്കരിച്ചില്ലേ, എനിക്കും വേണ്ട അജർ എന്ന് ചോദിക്കുക അല്ലെ. അപ്പൊ ചിലപ്പോൾ ദേഷ്യം പിടിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെന്നിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഷോപ്പിൽ പോയിരുന്ന് ചിന്തിക്കുമ്പോൾ അവർക്കും മനസ്സിൽ തോന്നും, പക്ഷെ നീ പറഞ്ഞത് ശരിയാണെന്നൊന്നും മൂപ്പര് ഒരിക്കലും പറയില്ല. അതാണ് നിങ്ങളെ ജാതകത്തിൽ ഇല്ലാത്തതാല്. നമ്മൾ ശരി പറഞ്ഞു കൊടുത്താൽ അവർ സ്വീകരിക്കുകയില്ല, ശരിയാണെന്ന് പറയുകയില്ല. എനിക്കൊക്കെ എന്തെങ്കിലും ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് മറ്റാരെ കൊണ്ടെങ്കിൽ പറഞ്ഞു കൊടുപ്പിക്കുകയാണ് പതിവ്, ഞാനായിട്ട് പറയില്ല. അപ്പൊ സ്വീകരിക്കൂല. അവർക്ക് അങ്ങനെ എന്തോ എന്താണ്, പെണ്ണുങ്ങളെ വാക്ക് കേട്ടാല് കല്യാണ മന്ത്രമായി പോകുന്നു, അങ്ങനെ എന്തോ ഉണ്ട് അല്ലെ. ആ ഒരു വിശ്വാസത്തിലെത്തിയിട്ട് അങ്ങനെ ആണുങ്ങൾ അധിക പേരും അങ്ങനെ തന്നെ ആണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഏശ നമസ്കരിച്ച ശേഷം ടേബിളിൽ ഫുഡൊക്കെ എടുത്ത് വെച്ച് പിന്നെ അങ്ങനെ ഉറങ്ങാന്ന് പറഞ്ഞാൽ ശരിക്കും ഡീപ്പായിട്ട് തന്നെ ഉറങ്ങണം. എന്ന് വെച്ചാൽ ഉറങ്ങാന്ന് വെച്ചാൽ ലൈറ്റ് ഇട്ടു ഓഫാക്കിയും കളിക്കുന്ന റൂമിൽ കിടക്കണ്ട. ഹസ്ബൻഡൊക്കെ വന്നാൽ ലൈറ്റ് ഇട്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, ആ റൂമിൽ കിടക്കണ്ട. വേറെ കുട്ടികളെ കൂടെ പോയി കിടക്കുക, അസലായിട്ട് അങ്ങ് ഉറങ്ങി കൊടുക്കുക. ഉറങ്ങി കൊടുത്തിട്ട് ഒരു 2-2:30-3 മണിയാകുമ്പോ അങ്ങ് എണീച്ചിട്ടുണ്ട് ഒരു പരിപാടി. ആ പരിപാടിയിലാണ് നമുക്ക് ഈ കൂലിയൊക്കെ കിട്ടാൻ പോണല്ലേ. എൻസിലു തബാറക അല്ലാഹു തആല കുല്ല ലൈലത്തിൻ ഇല സമായി ദുനിയ. എല്ലാ എൻസിൽ നിങ്ങൾക്ക് അറിയാലേ, നസല ഇറക്കി എൻസിലു അല്ലെ. അള്ളാഹു എല്ലാ ദിവസവും ഇറങ്ങുന്നത് കൊണ്ടാണ് എൻസിൽ വന്നത് അവിടെ. അത് കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തിയല്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രി മൂപ്പര് രാത്രി ആകുമ്പോ അങ്ങോട്ട് പോരും അല്ലെ. ഹീന യബ്ഖാ തുലുസൽ ലൈലിൽ ആഖർ, രാത്രിയുടെ അവസാന 1/3 ഭാഗത്തിൽ, അതായത് രാത്രി 12 മണിക്കൂറാണെങ്കിൽ അവസാനത്തെ 4 മണിക്കൂർ ആകുമ്പോഴാണ് അള്ളാഹു താഴോട്ട് വരിക അല്ലെ. യദൂനി ഫസ്തജിബ് ലഹ്, ആരെന്നോട് ദുആ ചെയ്യുന്നവന് ഞാൻ ഉത്തരം നൽകും അല്ലെ. മൻ യസ്അലൂനി, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഞാൻ നൽകും. ഞാൻ സോറി ഞാൻ അവന് നൽകൂലേ. മൻ എസ്തഗ്ഫിറൂനി ഫഗ്ഫിർ ലഹു, അവന് പാപമോചനം തേടിയാൽ അത് പുറത്തു കൊടുക്കും. പോരെ സഹോദരിമാരെ, രാത്രിയിൽ നമ്മളൊന്ന് അള്ളാഹിനോട് കരഞ്ഞ് പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ പൊറുക്കപ്പെട്ടാൽ, ഇത്ര ആവിയൊക്കെ പോയിട്ടില്ലെങ്കിൽ എന്താ നമ്മളെ പാപങ്ങൾ പുറത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചോദിച്ചില്ലേ. യസ്അലൂനി ഫഉതിയാഹുലേ, പിന്നെ നമുക്ക് ദുആ ചെയ്തു, ദുആ സ്വീകരിച്ചു, പിന്നെ നമുക്ക് എന്ത് വേണം അല്ലേ. അപ്പൊ കിട്ടിയ ചാൻസ് മിസ്സാക്കണ്ട അല്ലെ. എന്റെ ഒരു തഹജ്ജുദിന്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്, ഒരുപാട് ആളുകൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ കുറെ നമുക്ക് എല്ലാവർക്കും വേണ്ട കോമൺ ദുആസ് എല്ലാം, അതായത് ജന്നാത്തുൽ ഫിർദൗസിൽ പോകാനും, പിന്നെ ആസിയ ബിബി റബ്ബി ബിനിലി അൻതക ബൈതൻ ഫിൽ ജന്നാനും, പിന്നെ സിറാത്ത പാലം കടക്കാനും, ഹൗദുൽ കൗസറിലെ വെള്ളം പ്രവാചകൻ ജഗ്ഗിന്ന് എടുത്ത് കോരിക്കുടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞിട്ട് അതിന്
കുറച്ച് പേജസ് ഒഴിവാക്കിയിട്ട് എന്തിനാ വെച്ചാല് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ വേണ്ടി വരും. വീട്ടിൽ മിക്സി ഉണ്ടാവില്ല, അടുക്കള പൊളിയാനായിട്ടുണ്ടാവും, ബാത്റൂമിലെ ടൈല് മാറ്റേണ്ടി വരും, കുട്ടി ഏതെങ്കിലും ഒരു കുട്ടി തീരെ പഠിപ്പിൽ മോശമാണ്, പറഞ്ഞാലും കേൾക്കൂല, അനുസരിക്കില്ല, ഒരു കഥയാണ്, അല്ലെങ്കിൽ മോള് ഓവർ ഫാഷൻ ആയിട്ട് നടക്കുന്ന, ഇങ്ങനെ കണ്ട നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്. അതോളെ പിന്നാലെ പറഞ്ഞ് നടക്കണ്ട, ഇങ്ങനെ തട്ടട്, ഇനി അങ്ങനെ ആക്ക് ഇങ്ങനെ ആക്ക് ഓളെ പിന്നാലെ പറഞ്ഞ് നടന്നവളത് ചെയ്യേയില്ല. ഒക്കെ അന്നേരം ദേഷ്യം അമ്മക്കെതിരെ ഇങ്ങനെ നീങ്ങാൻ ആ ഏജിന്റെ ഒരു ടീനേജിന്റെ ഒരു വലിയ കുഴപ്പമാണ്. നമ്മൾ പറയുന്നതിന് പറഞ്ഞ പോലെ പറയുന്നതിനെതിരെ ചെയ്യാനാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ അത് അള്ളഹാനോട് പറഞ്ഞു വിടല്. ചെരുപ്പ് പൊട്ടാനായിട്ടുണ്ട്, പെരുന്നാളിന് പഠിച്ചോനെ എനിക്ക് പുറത്ത് കല്യാണത്തിന് പോകുമ്പോഴുള്ള ഒരു ചെരുപ്പും വേണം, കിച്ചണിൽ യൂസ് ചെയ്യാനൊരു ചെരുപ്പ്, കാലുവേദന എന്തെല്ലാം വേണം, അതൊക്കെ ഈ ബുക്കിൽ പെൻസിലോണ്ട് എഴുതിട്ടോളി. പെൻസിലോണ്ട് എഴുതിട്ട് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് അത് പിറ്റത്തെ കൊല്ലം എടുത്ത് നോക്കുമ്പോഴൊക്കെ ചിലപ്പം അതിൽ 90% കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും അല്ലേ. നമ്മൾ പറയില്ല ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പ്, അതുപോലെ അള്ളാഹുവിനോട് നമുക്ക് വരുന്ന ഒരു 5 കൊല്ലത്തിന് ശേഷം വേണ്ടിയത് ഇപ്പോഴേ സ്ട്രിക്റ്റ് ആയിട്ട് ചോദിച്ചിടുക അല്ലെ. ഇപ്പൊ മോൻ 5ാം ക്ലാസ്സിലാണെങ്കിൽ മോൻ ഏറ്റവും നല്ല കോളേജിൽ സീറ്റ് വേണമെങ്കിലും അതും നമ്മള് ചോദിച്ചിട്ടേ പറ്റൂ. ചോദിച്ചാൽ മാത്രമേ കിട്ടൂ. കുരയ്ക്കുന്ന പട്ടിക്ക് അല്ല സോറി കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ മിണ്ടാണ്ട് ഇരുന്ന് കുറെ അറബി ദുആകളൊന്നും അല്ലാന്നല്ല, അറബി ദുആകളിൽ ഒരുപാട് റബ്ബനാ ദുനിയ റിസ്ക് താന്ന് പറയുമ്പോ റിസ്കിലൊക്കെ എന്തെല്ലോ പെടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ ഓൺ വോയിസ്, നമ്മുടെ ഓൺ വാൺസ്, നമ്മളെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾ, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ചിലപ്പം ഭർത്താവിനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവും, അദ്ദേഹത്തിന് തിരിച്ച് ഇങ്ങോട്ട് ഒരു ഇതും ഇല്ല അല്ലെ, അങ്ങനെ ഒരു മുറസത്തില്ലാന്നറിയില്ല, അതുപോലെ അത് പറ്റൂല, അങ്ങനെ പറ്റൂല അല്ലെ. അദ്ദേഹം ഞാൻ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ എന്നെ സ്നേഹിക്കാനും അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം പോലെ ഞാൻ നിൽക്കാനും അല്ലെ. ഇപ്പൊ ചിലപ്പോ നമ്മൾ ഒരുപാട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും, നമുക്കൊക്കെ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ വരുമ്പോ നല്ല ഡ്രസ്സ് ഇത് മുടിവാരിയൊക്കെ നിൽക്കുന്നതായിരിക്കും മൂപ്പർക്ക് ഇഷ്ടം, നമ്മളിട്ട് അത് ചെയ്യേയില്ല അല്ലെ. ഇപ്പൊ അങ്ങനെ ദുആ ചെയ്യാം, പഠിച്ചോനെ റബ്ബേ ഞാൻ എങ്ങനെയാണോ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ എന്നെ അദ്ദേഹം സ്നേഹിക്കാനും, അതുപോലെ അദ്ദേഹത്തിന്റെ ഏത് രീതിയിലാണോ എന്റെ നടപടിക്രമങ്ങൾ, എന്റെ പെരുമാറ്റം, എന്റെ ചിരി, എന്റെ വർത്താനം അതുപോലെ ആയി തീരാനും വിധി കൂട്ടണേ റബ്ബേ എന്നൊക്കെ ദുആ ചെയ്യാമല്ലേ. ഭർത്താവിന്റെ തൃപ്തി വേണമല്ലോ നമുക്ക് സ്വർഗത്തിൽ 8 വാതിലും തുറക്കണമെങ്കിൽ അല്ലെ. അപ്പൊ കിട്ടിയ ചാൻസ് മിസ്സാക്കണ്ട ദുആ. ഈ തജുദിന്റെ ബുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എഴുതി വെച്ചല്ലേ, നിങ്ങൾ വേറെ ബുക്ക് എടുത്ത് എഴുതി വെച്ചാലും നോ പ്രോബ്ലം. ഇങ്ങനെ എഴുതി ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ വരെ. ചിലപ്പോ നമ്മളവിടെ വീട്ടിൽ പണിക്കാനുണ്ടാവും, നല്ല പൈസയും വാങ്ങി പോകുന്നുണ്ട്, ഒരു പണി മുഴുവനാക്കുന്നുണ്ടാവില്ല അല്ലെ. അപ്പൊ ഓക്ക് തന്നെ അല്ലെങ്കിൽ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഓക്ക് തന്നെ ഒന്നൊക്കെ നന്നായിട്ട് എടുക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല. ഞാനങ്ങനെ ഈ ദഅവാ പ്രവർത്തനത്തിലൊക്കെ ഇറങ്ങിയപ്പോ എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര പ്രയാസം, എല്ലാം കൂടി കഴിയുന്നില്ലല്ലോ. ഓരോ സമയത്ത് ക്ലാസ്, അതിന്റെ നോട്ടീസ് കൊടുക്കല്, അതിന് ഫോർവേഡ് ചെയ്യല്, ചോദ്യത്തിന് മറുപടി. അപ്പൊ അങ്ങനെ പഠിച്ചോനെ എനിക്ക് എന്റെ മനസ്സറിഞ്ഞ് ഞാൻ വിചാരിച്ച പോലെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. ഒരുപാട് ചെയ്യണ്ട, പക്ഷെ എന്റെ എയിമിനനുസരിച്ച് ചെയ്യുന്ന, എനിക്കാണെങ്കിൽ ദിവസം അടിച്ചു വരാ തുടക്കയിലൊന്നും വലിയ മൂടുള്ള ആളല്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു നല്ലൊരു ശരീരം വേണമെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എത്തിച്ചത്. അങ്ങനെ അതൊരു നിസ്സാര കാര്യം പറഞ്ഞതാണ്. അങ്ങനെ ഒത്തിരി നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് ദുആ ചെയ്ത് അങ്ങനെ അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യത ഈ റമദാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ചാ വെളിപ്പുറത്ത് ഉത്തരാണ് അല്ലെ. എന്ത് വേണമെങ്കിലും ചോദിക്കാം, വാട്ടവർ മേ ബി അല്ലെ, വാട്ടവർ മേ ബി. നമ്മളെ ഉമ്മ കേൾക്കൂല, അനിയത്തി കേൾക്കൂല, ഭർത്താവ് കേൾക്കൂല, ആരെയും പേടിക്കേണ്ട, ആരും കാണുന്നില്ല അല്ലെ, കേൾക്കുന്നില്ല, ഇഷ്ടം പോലെ ചോദിക്കുക. ഈവൻ ഇനി മുല കുടിക്കുന്ന മക്കൾ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളി, നല്ല ബ്ലാങ്കറ്റ് പോലത്തെ എന്തെങ്കിലും വിരിച്ച് പാമ്പേഴ്സൊക്കെ കെട്ടിക്കൊടുത്ത് അതിന്റെ അടുത്ത് കിടത്തി ഒരു കൈയോട് വേണേ ഓനെ താങ്ങി പിടിച്ച മറ്റേ കയ്യിൽ ഫോണും പിടിച്ച് ഓതിക്കോളി. അങ്ങനെ ഓതാം അല്ലേ. അള്ളാഹു നമ്മളെ കുറിച്ച് അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലേ, ഇബാദ് അള്ളാഹു റഊഫുൻ ബിൽ ഇബാദ്, അടിമകളോട് അത്രമാത്രം കാരുണ്യവാനാണ് അള്ളാഹു അല്ലേ. അപ്പൊ ചോദിക്കാൻ നമ്മൾ പക്ഷെ ചോദിക്കുന്നതിന് ഒരു കണ്ടീഷൻ, ഒരു കണ്ടീഷൻ എന്ന് വെച്ചാല് നമുക്കൊക്കെ വൺ കണ്ടീഷൻ എന്ന് പറയാൻ കാരണം തന്നെ ഇന്നത്തെ കാലത്തിന് ശുക്ർ ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് ഇല്ലേ, നമുക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ആദ്യം തന്നെ നമുക്ക്
പിന്നെ ഒരുപാട് കാര്യങ്ങൾ വേണം അല്ലേ, അള്ളാഹുവിനോട് വീട് വേണം. അപ്പൊ അതൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ്. അവന്റെ വീട് വേണം, കാറ് വേണം. വീടിന്റെ അപ്പുറം തന്നെ കാറ് ചോദിച്ചോളി. വീടിന്റെ കടം തീരുമ്പോഴത്തേക്ക് കാറ് കിട്ടൂലേ. നല്ല മക്കള്, ആരോഗ്യം, വിദേശത്തിലെ അല്ല സോറി, നമ്മളിപ്പോ ഇങ്ങനെ പിന്നെ അള്ളാഹിനെ എണീറ്റ പാട് നമ്മൾ എന്ത് ചെയ്യണ്ട, പിന്നെ പായേരക്കൊട്ട അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു പണ്ടൊരു വർത്താനം പറയലുണ്ട്, പായേരക്കൊട്ട. അത് അറിയുമെന്നറിയില്ല, ഉമ്മമാര് പറയുന്ന അങ്ങനത്തെ കൊട്ട അള്ളാന്റെ മുമ്പിൽ ചൊരിഞ്ഞു കൊടുക്കണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് നന്ദിണ്ട് റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ്, എനിക്ക് നല്ലൊരു വീടുണ്ട്, നല്ല കാറുണ്ട്, നല്ല സ്നേഹിക്കുന്ന മക്കളുണ്ട്. അൽഹംദുലില്ലാഹ് മക്കളൊക്കെ നല്ല നിലയിലാണെങ്കിലും അല്ലെങ്കിലും നല്ല നിലയിലാണെന്ന് തന്നെ പറയാം. കാരണം അവർ ജീവിക്കുന്നുണ്ടല്ലോ, രണ്ട് കൈയും രണ്ട് കാലൊക്കെ ഉണ്ടല്ലോ, അതെന്നെ ഒരു നിലയല്ലേ. അങ്ങനെ നല്ല ഫുഡുണ്ട്, നല്ല ഭർത്താവുണ്ട്, വിദേശത്തൊക്കെ കുട്ടികൾ നല്ല നല്ല ജോലിയിലൊക്കെ ചെയ്യുന്നു റബ്ബേ. എന്നങ്ങനെ പറഞ്ഞിട്ട് പഠിച്ചവനായാലും പിന്നെ രണ്ടാമത്തെ മോന് ലേശം അള്ളഹാനോടൊരു അടുക്കാൻ മടിയുണ്ട് റബ്ബേ. അവന് നിന്നെ സ്നേഹിക്കുന്ന രീതിയിലേക്ക് നീ അവൻ ആക്കിക്കോട്ട് റബ്ബേ എന്നൊക്കെ പറഞ്ഞ് ജന്നാത്തുൽ ഫിർദൗസ് വേണം നമുക്ക്, അത് ചോദിക്കാം. മോൻ ഡോക്ടർ ആവണോ, അത് ചോദിക്കാം. കളക്ടർ ആവണോ എങ്കിൽ അത് ചോദിക്കാം. വക്കീലാവണോ അല്ലെ. അതുപോലെ ഒരു നല്ലൊരു കഥ ഉണ്ട്. പിന്നെ ഒരാളടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, നോൺ മുസ്ലിം സ്ത്രീയാണ്, വന്നിട്ട് പറയാണ്, പിന്നെ ഡോക്ടറെ എന്റെ ഭർത്താവിന്റെ ഉമ്മ ഭയങ്കര വെറുപ്പിക്കല് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലായ്മ പിന്നെ അങ്ങനെ കുറ്റം പറഞ്ഞ് വൈത്താലെ പിന്നാലെ ഇങ്ങനെ നടക്കും, അങ്ങനെ എന്തൊക്കെയോ കുറ്റങ്ങൾ പറഞ്ഞു. അപ്പം വൈദ്യര് പറഞ്ഞാല് ഒരു കാര്യം ചെയ്യ്, ഒരു മാസത്തേക്ക് ഏതായാലും അല്ല ആ കുട്ടി ചോദിക്കുന്നത് അയ്മനെ കൊല്ലാനുള്ള എന്തെങ്കിലും മാർഗം, എന്തെങ്കിലും വിഷം ആരും അറിയാണ്ട് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും തരുമോ, അത് മരിച്ചോട്ടെ. അപ്പം അയാള് ശരി എന്നാ ഒരു കാര്യം ചെയ്യ്, ഒരു മാസം എന്താക്കിക്കോ, വളരെ സ്നേഹിച്ച് നിൽക്കും, ഏതായാലും തള്ള മരിക്കാൻ പോവല്ലേ, നമുക്ക് എന്തെങ്കിലും കൊടുത്ത് കൊല്ല, നീ ഒന്നും പേടിക്കണ്ട, ഒരു കാര്യം ചെയ്ത് നല്ല സ്നേഹത്തിൽ നിന്നോ, അതെടുത്തോ ഇതെടുത്തോ, അമ്മ വിളിച്ചോ, അമ്മ തിന്നോ, അമ്മന്റെ മുടി വാരി കെട്ടിക്കൊടുക്ക്, ഡ്രസ്സ് എടുത്ത് കൈ കൊടുക്ക്, അങ്ങനെ എന്തൊക്കെയോ അയാൾ പറഞ്ഞെടുത്ത്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞേരം പിന്നെ ഇവള് വന്നോലെ. അപ്പൊ ചോദിച്ചു എന്തായി, കൊല്ലണ്ടേ, ഞാൻ ആ വിഷമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി കൊല്ലണ്ട. അതെന്തേനു, ഞാന് നല്ല ഉമ്മക്ക് എന്താപ്പം നല്ല സ്വഭാവം, എന്നെ അതെങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഒരു മരുന്നും കുടിക്കാണ്ട് ഇവന്റെ സ്വഭാവത്തിലേറ്റ മാറ്റം വന്ന്. അപ്പം ഡോക്ടറെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ നിന്ന് നടന്നു. അപ്പം എല്ലാവർക്കും നമ്മൾ അങ്ങോട്ട് കുറ്റം പറയും. ആക്ച്വലി നമ്മൾ ചിലപ്പോ നിൽക്കുന്ന ചിലപ്പോട്ടോ എല്ലാ കേസിലൊന്നും 100% ശരിയല്ല. അപ്പൊ അങ്ങനെ മാറും. അപ്പൊ അങ്ങോട്ട് സ്നേഹിച്ചപ്പോൾ അങ്ങോട്ടും സ്നേഹിച്ചു. അപ്പൊ പിന്നെ വിഷവും വേണ്ട, മരുന്നും വേണ്ട, അല്ലെ, അമ്മ ജീവിച്ചോട്ടെ എന്നുള്ള കോലത്തിലേക്കായി. അപ്പൊ അതുപോലെ നമുക്ക് എന്തൊക്കെയോ വേണം, അത് വേണ്ട വിധത്തിൽ വേണ്ട പോലെ നമ്മൾ ചോദിക്കുന്നില്ല അല്ലെ. നമ്മൾ അങ്ങനെ ചോദിച്ചാൽ എല്ലാം ചോദിക്കാം അല്ലെ. അള്ളാഹുവിനുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക. ആദ്യം അൽഹംദുലില്ലാ, പിന്നെ അല്ലാഹു സ്വല്ലി അലാ, അതൊക്കെ എന്തിനാ ചെല്ലുന്നതെന്ന് അറിയാലോ അല്ലെ. അൽഹംദുലില്ലാ ക്ലാസ് ഒക്കെ ഞാൻ നല്ല ഫാമുൽ ഖുർആന്റെ എടുത്തിരുന്നു, കേൾക്കാത്തവരൊന്ന് കേൾക്കുക കേട്ടോ ഇൻഷാ അല്ലാ. അപ്പൊ ഈ അൽഹംദുലില്ലാ പറയുമ്പോ ഒക്കെ സുബ്ഹാനല്ലാഹ് ചേർത്ത് പറയണം. അൽഹംദുലില്ലാ പറഞ്ഞാല് കേട്ടവർക്ക് ബോറടിക്കണ്ട കേട്ടോ, കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ അത് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ നമ്മള് വയറിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അതിന്റെ ഒരു എന്താ പറയാ ആക്ഷൻ. അപ്പൊ അങ്ങനെ പറയുമ്പോ പിന്നെ അതായത് മിൽ സമാവാത്തി, പിന്നെ അല്ല സോറി, പിന്നെ മീസാൻ നിറക്കും അല്ലെ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ പറയുമ്പോ മിൽ സമാവാത്തി മാഫിൽ അർളി അല്ലെ, മുഴുവൻ ആകാശവും ഭൂമിയും നിറയെ നടക്കും സുബ്ഹാനല്ലാഹ്. അപ്പൊ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കുറ്റങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വെക്കുക, എല്ലാ തുലാസ് നിറച്ചിട്ടും നന്മ വന്ന്, ആകാശം ഭൂമി നിറച്ചു നന്മകൾ വന്നു കഴിഞ്ഞു അല്ലെ. അപ്പോൾ അങ്ങനെ അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിച്ച് തുടങ്ങുമ്പോ തന്നെ അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അല്ലാഹു അക്ബർ കബീർ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് ചെല്ലാണ്ട് നിങ്ങൾ ദുആ ചെയ്താല് ദുആ ആകാശത്ത് കെട്ടി തൂക്കപ്പെടുകയുള്ളൂ, അങ്ങോട്ട് കേറൂല. അപ്പൊ അതുകൊണ്ട് നബിന്റെ പേരിൽ സലാത്ത് ചെല്ലുക. പിന്നെ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത വഅസീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിന്റെ ഡോർസ് ഒക്കെ ഓപ്പൺ ആവും, വാതിലൊക്കെ അങ്ങ് തുറന്ന് നമ്മളെ ദുആ ഏഴാൻ ആകാശത്തിൽ അള്ളാഹു ഇരിക്കുന്നിടത്തിൽ എത്തും അല്ലെ.
അങ്ങനെ അള്ളാഹുമായിട്ട് നമ്മള് അള്ള ചെയ്ത കാര്യങ്ങൾ നന്മകൾ ഇങ്ങനെ വിളിച്ച് പറയല്ല ഓരോന്നുമില്ലേ. നമ്മളെ കൈക്ക് നഖങ്ങളുണ്ട്, ഇവൻ കയ്യിന്റെ നഖങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും വൃത്തികേടല്ല, കാണാനില്ല. അവിടെ ഇറച്ചി ഇങ്ങനെ എന്തോ പോലെ നോക്കും. കണ്ണ് രണ്ടുണ്ട്, അതുണ്ട്, അതുണ്ട്, ഇതുണ്ട്. എന്നെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട്, എന്റെ ഉമ്മ നല്ലതാണ്, ഉപ്പ നല്ലതാണ്, അങ്ങനെ ആരൊക്കെ നല്ലതുണ്ട് അവരൊക്കെ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ടീവാണ്. എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ചില കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ കുറ്റമൊന്നും പറയണ്ട, അപ്പൊ വെറും നന്മകൾ മാത്രം പറയാം. അത് പറഞ്ഞ അള്ളഹാനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക അല്ലെ. അപ്പൊ ചില പിന്നെ ഭർത്താക്കന്മാരാണെങ്കിലോ എല്ലാ പണിയെടുക്കും, പക്ഷെ ഒരു അടിമകളെ പോലെയാണ്, ഒരു ചെരുപ്പിന്റെ വില പോലും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ എന്ത് പറയാം നമുക്ക് അള്ളഹാനോട്, അള്ളാഹു എന്റെ ഭർത്താവിന്റെ ഹൃദയത്തിൽ എനിക്കൊരു നല്ല സ്ഥാനം അല്ലെ, മറ്റുള്ളവരൊക്കെ പ്രതിഷ്ഠിക്കുന്ന സ്ഥലത്ത് എനിക്കൊരു നല്ല സ്ഥാനം. അങ്ങനെ നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ കൊല്ലം അങ്ങനെ ആവർത്തിച്ച് ചോദിച്ചു നോക്കി, പിന്നെ മൂപ്പർ ആ രീതിയിലേക്ക് അങ്ങോട്ട് മാറും. പറയൂല, ഡയറക്ട്ലി പറയില്ല എന്റെ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് ഇക്കോലത്തിൽ ഡിസൈൻ ചെയ്തല്ലേ, എഞ്ചിനീയറെ വിളിച്ചൊന്നും പറയൂല, നമുക്കൊരു ക്രെഡിറ്റും തരില്ല. പക്ഷെ അവര് മാറിയിരിക്കും അല്ലെ. ഈവൻ നമ്മളൊരു ചെരുപ്പിന്റെ വാറ് പൊട്ടാനായാലേ അതുവരെ ഓർമ്മാക്കി അള്ളഹാനോട് പറഞ്ഞിട്ടൊക്കില്ല. അപ്പൊ അള്ളാഹു നമുക്ക് അതിനൊരു സൊല്യൂഷൻ കാട്ടിത്തരും അല്ലെ. ഈ അവസാനം രാത്രി നമസ്കരിക്കുന്നത് കൊണ്ട് ഖിയാമുൽ-ലൈൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പം അർഹമുർ റാഹിമീനാണ് നമ്മുടെ നാഥൻ, നമ്മളെ അള്ളാഹു കാരുണ്യവാനാണെന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല അല്ലെ. കുല്ലു റഹ്മത്തിൻ മിന്നാ, എല്ലാ റഹ്മത്തും എന്നിൽ നിന്നാണ്. കുല്ലു ബർക്കത്തും മിനല്ലാ, എല്ലാ ബർക്കത്തും അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാന്റെ ഒരു കാരുണ്യം. ഇഅ്തികാഫിരിക്കുന്നവർക്ക് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം അവർക്ക് മാത്രമാണെങ്കിൽ നമ്മൾ എവിടെ പോവുക അതിനില്ലേ. 1000 മാസങ്ങൾക്ക് സമാനമായ പുണ്യം അല്ലെ. യെസ്, 1000 മാസങ്ങൾക്ക് സമാനമായ പുണ്യം ലൈലത്തുൽ ഖദർ രാത്രിയിൽ പള്ളിയിൽ ഇരിക്കുന്നവർക്ക് മാത്രമാണെങ്കിൽ നമുക്ക് എങ്ങനെയാ കിട്ടുക അല്ലെ. നമുക്ക് അയറ്റാ ലൈലത്തുൽ ഖദറിന്റെ ഒരു 4-5 പുണ്യം കിട്ടിക്കഴിഞ്ഞാല് 4000-5000 കൊല്ലത്തെ പിന്നെ അമലെഴുതി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുറ്റങ്ങളെ പട്ടിക ഒന്നും വലിയതുണ്ടാവില്ല. അതൊക്കെ അങ്ങ് എന്തായിപ്പോ ലയിച്ചു പോവില്ലേ. അതില് പിന്നെ ഉപ്പ് വെള്ളത്തിൽ ലയിക്കും പോലെ ലയിച്ചു. കാരണം അതിന് മാത്രം കൂലികളുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ വർഷവും പഠിച്ചോനെ ലൈലത്തുൽ ഖദറിന്റെ മലായിക്കത്ത് റൂഹുൽ അമീൻ എല്ലാം കൂടെ അങ്ങോട്ട് വരുമ്പോലെ ഒരു വരത്ത് എന്താണോലെ ആ വരവിന്റെ ഒരു ഇത് ഭംഗി, മലക്കുകളെല്ലാം വരുന്ന ഭൂമി ലോകം മുഴുവൻ മലക്കായിരിക്കും പോലെ, ഒരു മണ്ണ് വീഴാത്ത സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ നമുക്കതൊന്നും കാണുന്നില്ലല്ലേ. ഒക്കെ കാണാൻ എന്ത് ഭംഗിയുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് പ്രവൃത്തിയിലാണോ ഇരിക്കുന്ന അന്നേരം അപ്പൊ വീട്ടിലിരുന്ന് ഒരുത്തി ഖുർആൻ ഓതുക, അപ്പൊ അവൾക്ക് ആ കൂലി അല്ലെ. ഒരുത്തിണ്ട് നിസ്കരിച്ച് മുസാഫും ഇതൊക്കെ അവിടെ വെച്ച് ഉറങ്ങിപ്പോയിക്കുന്ന, അപ്പോഴും അവൾക്ക് കൂലി എത്തും. കാരണം അവള് പിന്നെ അമല് ചെയ്ത് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയതല്ലേ. നമ്മളെപ്പോഴും ആ ചെയ്യുന്ന റബ്ബേ ലൈലത്തുൽ ഖദർ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ആ ഖദറിന്റെ പുണ്യം കിട്ടാനും ഞാൻ ഇബാദത്തിലാവുന്നൊക്കെ നിസ്കാരോ അല്ലെങ്കിൽ ഓത്ത് അല്ലെങ്കിൽ ദിക്ർ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക ലൈലത്തുൽ ഖദർ ഇറക്കാനും പിന്നെ എല്ലാ വർഷവും ആ പുണ്യം കിട്ടാനും അല്ലെ. നമ്മളൊക്കെ ദുആ ചെയ്യും, ദുആയിൽ വെക്കാനൽ ഇൻസാനു ഖത്തൂറ എന്ന് പറയുന്നതാണല്ലേ. നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ദുആയിലൊക്കെ നമുക്ക് പിശുക്കാണ്. നമ്മൾ ദുആ ചെയ്യാൻ പറയുമ്പോൾ ആ ദുആ ചെയ്യും, അതല്ലാണ്ട് എല്ലാ വർഷവും എനിക്ക് കിട്ടണേ, എന്റെ ഫാമിലിയിൽ നിന്ന് എല്ലാരും തിരഞ്ഞെടുക്കണേ, ആ സമയത്ത് നമ്മളൊക്കെ അമലുകളിലാവണേ എന്നൊന്നും നമ്മൾ ഒരിക്കലും എഴുതി വെച്ച് ദുആ ചെയ്യാറില്ല അല്ലെ. എന്റെ തഹജ്ജുദിലെ ബുക്കിൽ അതും ഞാൻ ഇൻക്ലൂഡഡാ. കാരണം നമുക്ക് അറിയാം ആളുകൾ അതൊന്നും ആദ്യം കിട്ടും ഒരു റബ്ബനാ ഹബിലനാ അല്ലാഹുമ്മ ജന്നത്ത വാദിക്കുവനാണ്. അങ്ങനെ ഒരു 3-4 ദുആകൾ നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. അത് കിട്ടുമെന്നല്ലാണ്ട് അതിനപ്പുറം നമുക്ക് കുറെ ദുആകളൊക്കെ കിട്ടല് ഭയങ്കര കഷ്ടാണ് അല്ലെ. അപ്പം എത്തിക്കാഫ് ഇരിക്കുന്നവർക്ക് മാത്രമല്ല ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടുക, വീട്ടിലിരിക്കുന്നവർക്കും കിട്ടും ല്ലേ. അത് പറഞ്ഞു വരാൻ കാരണം നമ്മുടെ റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. ആ അള്ളാഹു അങ്ങേയറ്റം കാരുണ്യവാനാണ്. അള്ളാഹിനെ പോലത്തെ കാരുണ്യം ദുനിയാവിൽ ആർക്കും ഇല്ല എന്നാ പറയുന്നല്ലേ. അത് ഒരൊറ്റ % നമുക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ ഉപ്പക്ക് ഇഷ്ടം, ഉമ്മക്ക് ഇഷ്ടം, നമ്മളുപ്പയും ഒരു പക്ഷിക്കൂട് ഒരു പക്ഷി ചിറകിൽ മക്കളെ ഒളിപ്പിക്കും പോലെ പോറ്റി വളർത്തി നല്ലൊരു ഭർത്താവിനെ ഏൽപ്പിച്ച് എന്നാലും അവര് വന്ന് അന്വേഷിക്കും അല്ലെ.
എന്താ എന്റെ സ്ഥിതി, ഇനി വെച്ചിട്ടുണ്ടോ, തിന്നിട്ടുണ്ടോ, പെരുന്നാളിന് ഡ്രസ്സ് ഉണ്ടോ, വീടെടുക്കണ്ടേ, അവിടുത്തെ ആ സ്ഥലത്തെടുത്തോ ഈ സ്ഥലത്തെടുത്തല്ലേ, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് തരാം, അല്ലേ കാക്കനോട് ഞാൻ പറയാം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പിന്നാലെ പോയി നടക്കൂലേ. ഇതൊക്കെ ഒരു ശതമാനം കാരുണ്യത്തിന്റെ ഒരു ഇതാണ്. ഇത് ഭർത്താവാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുപോയി തരും അല്ലേ. ചിലപ്പോ അതൊരു 10 പ്രാവശ്യം പറയേണ്ടി വരും എന്നുള്ളൂ അല്ലെ. അങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ സ്നേഹിക്കാൻ ചുറ്റുപാട്, അയൽവാസിനോട് എന്ത് ചോദിച്ചാലും തരും. അവിടെ ഒരു പഴം ഉണ്ടായാൽ നമ്മളെ അടുക്കളയിൽ ഉണ്ടാവും. അത്രയും സ്നേഹമൊക്കെ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ റഹ്മാനായ റബ്ബിന് എത്ര സ്നേഹമായിരിക്കും നമ്മളോട് ഉണ്ടാവല്ലേ. നമ്മൾ കേട്ടതാണല്ലോ, ഒരു യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധം കഴിഞ്ഞപ്പോ ആളുകളൊക്കെ ഇങ്ങനെ വിശ്രമിക്കാനിരിക്കുമ്പോ ഒരു സ്ത്രീ വന്നിട്ട്, നിങ്ങൾക്ക് കേട്ട കഥയാണില്ലേ, ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ ഉള്ളിൽ കൂടി കയ്യും കാലും അറ്റ് ചോര കുളിച്ചൊക്കെ കിടക്കുന്ന ആളുടെ കൂടെ അവള് പരതി എല്ലാ സ്ഥലത്തും വന്ന് നോക്കുക. അവിടുന്ന് അവളെ കുട്ടീനെ കിട്ടിയപ്പോ ചോര രണാങ്കണത്തുനിന്ന് കുട്ടീനെ കിട്ടിയപ്പോ മാറവിടെ അടക്കുന്നു, ഉപ്പ വെക്കുന്നു, ആണുങ്ങളുള്ള ഒന്നും നോക്കാണ്ട് ഏതോ ഒരു സ്ഥലത്ത് മറഞ്ഞിരുന്ന് മുല കൊടുക്കുക അത്രയും ആ കുട്ടിക്ക്. അപ്പൊ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ കുട്ടിക്ക് ഉമ്മനോടുള്ള സ്നേഹം എത്രാന്ന് അറിയോന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ, ഭയങ്കര സ്നേഹമുണ്ട്, ഇത് ഇത്ര സ്നേഹം ആർക്കും ഉണ്ടാവില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതൊന്നല്ല നമ്മൾ അള്ളാന്റെ സ്നേഹം എന്ന് പറയുന്നത്. അള്ളാഹ് ഭയങ്കര ലവ് ആണ്. അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടത്തിന് ഒരു കണക്കുമില്ല. അതിന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് അവതരിപ്പിച്ചു തന്നത്. അതിൽ അള്ളാഹിനെ എങ്ങനെ ഇഷ്ടപ്പെടാം എന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ ആ ഒരു പരിശുദ്ധ ഖുർആനിന്റെ മികവില് നമ്മൾ ജീവിക്കണം അല്ലെ. അത് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്മാരായ പറഞ്ഞയച്ചു. എന്നിട്ട് പ്രവാചകന്മാരെ കൊണ്ട് അഭിനയിപ്പിച്ച് കാട്ടിത്തന്നു, ഇങ്ങനെ കാണുതീന്, ഇങ്ങനാണ്. ഈസാ നബിനെ ജാരസന്തതി എന്ന് വിളിച്ച് ജനങ്ങൾ കളിയാക്കിയപ്പോ തൊട്ടിലിൽ നിന്ന് മുട്ട പൈതൽ സംസാരിക്കുകയാണ് അല്ലേ. ഞാൻ പ്രവാചകനാണ്, എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ പിന്നെ അള്ളാഹുവിന്റെ റൂഹിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, അത്രയും സ്നേഹമുള്ള അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹു വിചാരിക്കുന്നുണ്ടോ, ത്രാമ്യൊക്കെ പോയ ആണുങ്ങൾക്കും അവിടെ പോയി കുറച്ച് കഷ്ടപ്പെട്ട് കുറെ കാലടികൾ നടന്ന് ഒരു തിന്നപാടൊക്കെ ഓടി ഒക്കെ പോയി നിസ്കരിച്ചല്ലോ, ഒലിക്ക് മതി, ഇവർക്ക് എന്തിനാ കൂലിന്ന് അള്ളാഹു വിചാരിച്ചൂടെ അല്ലേ. അതല്ല, അള്ളാഹു അവർക്ക് കൊടുക്കുന്നതിന്റെ ഒരു ശതമാനം നമുക്കും തരുന്നുണ്ട് അല്ലേ. അത് മനസ്സിലായി. ലൈലത്തുൽ ഖദർ പുണ്യം പോലെ തന്നെ ലൈക്ക് ദിസ്, ഇതും അതുപോലെ തന്നെ നമുക്കുള്ളതാണ് അല്ലേ. അള്ളാഹുവിന്റെ ഓഫറാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ പിന്നെ ചാജിബിട്ടിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു സാധാരണഗതിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ വെച്ചാല്, അത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ആരും ശ്രദ്ധിക്കൂല. അതായത് ആരെങ്കിലും ഒരാൾ രാത്രിയിൽ 100 ആയത്തുകൾ പാരായണം ചെയ്ത് നമസ്കരിച്ചാൽ അവനെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. ആ രാത്രിയിൽ നന്മ ചെയ്തതിന്റെ അതല്ലെങ്കിൽ നിന്ന് നമസ്കരിച്ചതിന്റെ പുണ്യം രേഖപ്പെടുത്തും. നോക്കണം അല്ലെ. 100 ആയത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ അമ്മല് ചോടറ്റ് ഓതുകയാണെങ്കിൽ 558 ആയത്തുണ്ട്, ബിസ്മി കൂടാതെ തന്നെ അല്ലെ. എത്ര പെട്ടെന്ന് 100 ഒപ്പിക്കുക. ഒരു യാസീന് കാണാണ്ട് ഓതിയാൽ തന്നെ 100 കിട്ടിയില്ലേ. പിന്നെ ഒരു 20-ന് ഒരു വൽഫജറോ അങ്ങനെ എന്തെങ്കിലും നാസിയാത്തൊക്കെ ഓതിക്കഴിഞ്ഞാൽ അതും ആയില്ലേ. അങ്ങനെ 100 ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ എന്താണ്, ഭക്തന്മാരുടെ കൂട്ടത്തിൽ. ഇതിപ്പോ ജമാഅത്തിന്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഒറ്റക്ക് നമസ്കരിക്കുന്നതാണ് അല്ലെ എന്നാണ് ഹദീസ് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം അല്ലെ. അതായത് ഒരാൾ 10 ആയത്തോതി നമസ്കരിച്ചാൽ അവനെ അശ്രദ്ധവന്മാരിൽ ഉൾപ്പെടുത്തുകയില്ല അല്ലെ. 10 ആയത്ത് ആരെങ്കിലും ഓതി നിസ്കരിക്കുകയാണെങ്കിൽ അവനെ അള്ളാഹുവിനെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ, അശ്രദ്ധവാന്മാരുടെ കൂട്ടത്തിലാക്കൂല. അത് മാത്രമല്ല, നീ നിന്റെ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന 3 ആയത്തുകൾ 3 ചുവന്ന ഒട്ടകം കിട്ടുന്നതിന് സമാനമാണ്. ബുഖാരി മുസ്ലിം മുത്തഫഖു അലൈഹി ആയ ഹദീസാണ് അല്ലെ. അതായത് ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാല് അത് നിങ്ങൾ പള്ളിയിൽ നിന്നാണെങ്കിലും നമസ്കാരത്തിൽ കൈകെട്ടിയിട്ടാണെങ്കിലും ചെയ്യുകയാണെങ്കിലും ഇതേ പ്രതിഫലമാണ് അല്ലെ. നിങ്ങൾ ഒരാൾ മറ്റൊരു ഹദീസിൽ കാണാം, നമസ്കാരത്തിൽ, അത് ആദ്യത്തെ ഹദീസ്, നിങ്ങൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ആയത്ത് മീൻസ് അതായത് പള്ളിയിൽ വെച്ചിട്ട്. പിന്നെ പറയുന്ന വേറൊരു ഹദീസ് വെക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിൽ ഓതുന്ന 3 ആയത്തുകൾ 3 തടിച്ചു കൊഴുത്ത ഗർഭിണിയായ ഒട്ടകങ്ങളെക്കാൾ ഗുണകരമാകുന്നു. അതും മുത്തഫഖു അലൈഹി ആയ ഹദീസാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രാത്രി 2 മണിക്കോ 3 മണിക്കോ എണീക്കുക, എന്നിട്ട് ഒരു നല്ല മുസല്ല അല്ല നല്ല ബ്ലാങ്കറ്റ് പോലത്തെ എന്തെങ്കിലും വിരിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നിസ്കാരം കഴിഞ്ഞ് കാല് നീട്ടി വെച്ച് കുറച്ച് നിസ്കാരം ഫുള്ള് തീർക്കണ്ട, ഒരു 4 റക്അത്ത് നിസ്കരിച്ച് കുറേ ഓതി അല്ലെ,
നൂറായത്ത് ഓതിയാലുള്ള കൂലിയാണിത്. കുറേ ഓതിയ ശേഷം നമ്മൾ എന്താക്കുന്നു, ലേശം തരിയോ കാച്ചിയതോ എന്തെങ്കിലും നാരങ്ങ വെള്ളമോ എന്തെങ്കിലും ചായ എന്തെങ്കിലും കൊണ്ടേക്കാം. അത് കുടിച്ച് ലേശം ഒരു 2 കാരക്കല്ല കാരക്ക ഒറ്റയിലേ തിന്നാൻ പറ്റുള്ളൂ. 1-3 കാരക്കകൾ തിന്ന് അല്ലെങ്കിൽ ലേശം നാരങ്ങ വെള്ളം കലക്കിയതോ അല്ലെങ്കിൽ സാധാരണ വെള്ളം ധാരാളമായിട്ട് കുടിച്ച് ഒന്ന് അവിടെ കിടന്ന് ഒന്ന് അള്ളാനായിട്ട് വർത്താനം പറയാ. കിടന്നിട്ടും വർത്താനം പറയാ അല്ലെ, കിടന്നിട്ടും പറയാ, അള്ളാനങ്ങനെ ഓർക്കുക, അള്ളാന്റെ മദഹുകൾ ഇങ്ങനെ ഓർക്കുക. അങ്ങനെ ലേശം നേരം അവിടെ കിടന്ന് നല്ല ബ്ലാങ്കറ്റിനാകുമ്പോൾ നല്ല സ്മൂത്ത് കിടക്ക പോലെ ഉണ്ടാവില്ലേ, തലയണ എടുത്തോളി. അങ്ങനെ അവിടെ നിന്ന് എണീച്ച് പിന്നെ ഒരു 4 റക്കായത്ത് കൂടി നിസ്കരിക്കുക. ആ 4 റക്കായത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹിഫ്ള് അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഹിഫ്ള് പുതുക്കാൻ ഒരു ചാൻസ്. ഹിഫ്ള് അറിയാത്തവരാണെങ്കിലോ അവർ ഖുർആൻ നോക്കിയിട്ടോ ചെറിയ മുസാഫ് നോക്കിയിട്ടോ ഓതാം. അപ്പൊ ഞാൻ ഇന്നും ഹദീസ് പരിശോധിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അങ്ങനെ പിന്നെ നോക്കി ഓതിയിട്ടുണ്ട് എന്നാണ് കണ്ടത്. അപ്പം അങ്ങനെ നമുക്ക് ഓതാം അല്ലെ, അങ്ങനെ ഓതുക, നിസ്കരിക്കുക, എന്നിട്ട് വേണമെങ്കിൽ കിടക്കുക. എല്ലാം അവിടെ നിന്ന് എണീച്ച് പിന്നെയും കുറെ ദ്വാരക്കുക, കുറെ കരയുക, പണ്ട് ചെയ്ത പാപങ്ങൾ എന്തൊക്കെയോ ഓർമ്മയുള്ള പാവങ്ങളൊക്കെ ആലോചിച്ച് എടുത്തെടുത്ത് പറഞ്ഞ് കരയുക അല്ലെ. അപ്പൊ ഞാൻ ഇന്നിപ്പോ അന്വേഷിച്ച് നോക്കിയപ്പോ ഗർഭിണിയായ ഒട്ടകത്തിന് 10 ലക്ഷം, ഈ ചുവന്ന ഒട്ടകത്തിന് സൗദി റിയാൽ എത്രയാണ്, 440,000 റിയാൽ എന്നൊക്കെ പറയുന്നത്, അതായത് 10 ലക്ഷമൊക്കെ. അപ്പൊ ഇത്രയും പിന്നെ പൈസ വിലയുള്ള ഒട്ടകാണ് നമ്മൾ ഈ ഓതുന്ന ഓരോ ആയത്തുകളും അല്ലേ. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഒരായത്താണ് അല്ലേ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, ഇതൊക്കെ ഓരോ ആയത്താണ് അല്ലേ. സൂറത്ത് ദൈനില് അല്ല, പിന്നെ അൽബക്കറയിലെ ദൈൻ ആയത്തും ഒരായത്ത്, അതൊരു പേജ് ഫുള്ളുണ്ട് തോന്നുന്നു അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മള് ഒരു 100 ആയത്ത് സാലുവിന്റെ 2 സൂറത്ത് ഓതി കഴിഞ്ഞാൽ തന്നെ 88 ആവും അല്ലെ. അത്രയും ആയത്തുകൾ ഓതാൻ നമുക്കൊരു പ്രയാസവും ഇല്ല. നിന്നിട്ട് ഓതാൻ ആരോഗ്യമുള്ളവർക്ക് നിന്നിട്ട് ഓതാം, അതല്ലെങ്കിൽ ഫോണ് നോക്കിയിട്ടോ ഇരുന്നിട്ടോ ഖുർആൻ എടുത്തിട്ട് ഏത് വിധത്തിലും ഓതാം. അപ്പൊ ഈ ഓതി കഴിയുമ്പോൾ ഒരു ഗർഭിണിയായ പിന്നെ ഒട്ടകത്തിന് 10 ലക്ഷമാണ്. 100 ആയത്ത് ഓതി കഴിഞ്ഞാൽ നമുക്ക് എത്ര കോടി കിട്ടി ഒന്ന് ആലോചിച്ചോക്കി, എത്ര കോടി കിട്ടി. ഞാന് തറാവി വിരോധിയായിട്ടൊന്നല്ലേ, തറാവിയൊക്കെ പോകുന്നത് നല്ലത് തന്നെയാണ്, പോണം. ആരോഗ്യമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു എക്സസൈസും കൂടാണ് തറാവി. പ്രതിഫലം മാത്രമല്ല ആരോഗ്യത്തിന് നല്ലതുമാണ്. അപ്പൊ ആ ഒരു പ്രതിഫലം നമുക്ക് പള്ളിയിൽ നിന്ന് മൗലവി ഓതുമ്പോ ആ കറക്റ്റ് ക്രിസ്റ്റൽ കട്ട് ആയത്തുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന് അതേ ഓതാൻ പറ്റൂ. 8:00 തുടങ്ങുന്ന നമസ്കാരം 9 മണിക്ക് സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. അപ്പൊ അദ്ദേഹത്തിന് അത്ര മാത്രമേ ഓതാൻ പറ്റൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടം പോലെ ഓതി നിസ്കരിക്കാം അല്ലെ. ഇഷ്ടം പോലെ ഓതി നിസ്കരിക്കുന്നതിനൊന്നും ഒരു കണക്കില്ല അല്ലെ. ഒരുപാട് ഓതാം അല്ലെ. അപ്പൊ ഖിയാമുൽ ലൈൽ നമസ്കാരത്തിന്റെ ഒരു ഡൊമിനൻസി എന്ന് പറയുന്നത് തന്നെ എന്താണ്, 2-3 മണിക്കൂർ. നിങ്ങൾ സപ്പോസ് 2 മണിക്ക് എണീച്ച് മുസല്ലയിലേക്ക് വലിയ ബ്ലാങ്കറ്റ് വിരിച്ച് അതിന്റെ മേലെ ഒരു മുസല്ല വിരിച്ച് ഇപ്പുറം ഞാൻ ചോദിക്കുന്നത് വെള്ളവും ഇതൊക്കെ കൊണ്ടുവയ്ക്കുന്നത് അന്ന് വെച്ചാൽ ആർഭാടത്തിന് വേണ്ടിയിട്ടോ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടോ അല്ല. കാരണം നമ്മളെ ബോഡിയാണ്, നമുക്ക് രാത്രി മാത്രമേ ഫുഡ് കഴിക്കാൻ പറ്റൂ, പകല് നോമ്പാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഒരു എനർജി കിട്ടി, ഒരു ഉന്മേഷം കിട്ടി, പിന്നെ നിസ്കരിച്ച്. അപ്പൊ നമ്മളെ വയ്യിൽ ഏതെങ്കിലും ഒരു തെക്കുമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ നിർത്താം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇമാമായിട്ട് ഓതിപ്പിക്കാം അല്ലെ. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓതുന്നതിന് എത്ര കൂലിയാന്നറിയോ? ഖുർആൻ നോക്കുന്നതിന് ഒരു കൂലി ഇല്ലേ, ഓതുന്നതിന് ഒരു കൂലി, നമ്മള് ബ്രെയിനിൽ എത്തുന്നതിന് വേറൊരു കൂലി അല്ലെ. ഇതിനൊക്കെ നമ്മൾ വായി കൊണ്ട് ഓതി കണ്ണുകൊണ്ട് നോക്കി ബ്രെയിനിൽ എത്തുന്നുണ്ടല്ലോ. അപ്പൊ 3 കൂലിയാണ്. ആ 3 കൂലിക്ക് പുറമെ ഓരോ അലിഫ് ലാം മീമിനും 10 ലക്ഷത്തിന്റെ പുറത്ത്, 10 ലക്ഷം എന്നല്ല അവര് പറയുന്നത്. ചിലപ്പോ ഒട്ടകത്തിന്റെ എടുപ്പും ഭാവവും ഒക്കെ ആണെങ്കിൽ റേസിന് ഉപയോഗിക്കുന്ന ഒട്ടകം, വേറെന്താ പല പൂർണ്ണഗർഭിണികളായ ഒട്ടകം, ചുവന്ന ഒട്ടകം, അങ്ങനെ പല ഗ്രേഡ്. ഈ ഒട്ടകത്തിന്റെ ഗ്രേഡും അതിന്റെ കാറ്റഗറി പ്രഗ്നന്റ് ക്യാമലൊക്കെ ആണെങ്കിൽ നല്ല വില കിട്ടും എന്നാ പറയുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് പ്രഗ്നന്റ് ക്യാമലിന്റെ, അതായത് റെഡ് ക്യാമലിന്റെ ഇന്നത്തെ ബെൻസ് ഓടി പിന്നെ BMW കാറിന് പകരമാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും ഓഫറുകൾ, ഇത്രയും നല്ല ഇതൊക്കെ നമ്മൾ ഇട്ടേച്ച് നമുക്ക് ഈ അവിടെ പള്ളി പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഏതെല്ലാം പ്രതിഫലങ്ങൾ വാങ്ങാം അല്ലേ. അതായത് നമ്മുടെ ഹൈലൈറ്റ് അതല്ലെങ്കിൽ പ്രത്യേകം ചെയ്യേണ്ടത്, നിങ്ങൾ നിസ്സാരമായ കാര്യം നാട്ടുകാരെ മുഴുവൻ ഏൽപ്പിക്കും, നിങ്ങൾ ദുആ ചെയ്യണം,
എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്നും അള്ളാഹുവിനോട് പറയുന്നുമില്ല അല്ലെ. അപ്പൊ എല്ലാ നിസാരമായ കാര്യങ്ങൾ വരെ നമ്മൾ ഭയങ്കര സ്മൂത്തായിട്ട് കൂളായിട്ട് അള്ളാഹുവിനോട് പറഞ്ഞിടണം. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും 1-2 കൊല്ലത്തിന്റെ അടുക്ക് കിട്ടും ഇൻഷാ അല്ലാ. എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞ് ഡേറ്റ് അടക്കം നിങ്ങൾ ഇടണം. ചിലപ്പോ ഒരു 90% നമ്മളെ ഉത്തരത്തിന് ചോദ്യവും അള്ളാഹു സുബ്ഹാനഹു തആല ഹാസലാക്കി തന്നിട്ടുണ്ടാവും അല്ലെ. 20% നാളെ പരലോകത്തേക്കോ പ്രതിഫലത്തിന് വേണ്ടിയിട്ടോ. ചിലപ്പോ ഒരുത്തി കുട്ടി വേണം കുട്ടി വേണം കുട്ടി വേണോ എന്ന് ദുആ ചെയ്യും. ചിലപ്പോ ഓക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ഏതോ ഒരു നിരീശ്വരവാദിയോ ഏതോ ഒരു BJP കാരനോ അങ്ങനെ എന്തോ ഒരു മോശപ്പെട്ട ആളാണെന്ന് വിചാരിച്ചോ. അപ്പൊ അള്ളാഹു അവൾക്ക് കുട്ടികളെ തടഞ്ഞു വെച്ചു. അപ്പൊ അതിലെന്താണ്, അതിലും ഒരു ബർക്കത്തുണ്ട്, അതിലും ഒരു റഹ്മത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലാക്കിയേ പറ്റൂ. അപ്പൊ ഇൻഷാ അല്ലാ ഇത്ര കൂലികളാണ് നിസ്കാരത്തിൽ ഓതുന്നത്. നിസ്കാരത്തിൽ ഓരോ ആയത്തിനും ഇത്ര പ്രതിഫലം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുക ഇത്ര ഓതുക, കയറി പോകുക എന്നാണ്. അതായത് ആഹ്വാനം ചെയ്യുന്ന അവസാനത്തെ ആയത്തിലാണ് സ്വർഗത്തിലെ സ്ഥാനം. അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ എന്താക്കണം, പഠിച്ചോനെ റബ്ബേ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഫീഹാ ഖാലിദൂൻ എന്ന് പറഞ്ഞ ആയത്ത് ഓതിയിട്ട് ഞാൻ മരിക്കണേന്ന് ദുആ ചെയ്യലേ. അത് അല്ലദീന യരിസൂനൽ ഫിർദൗസ് ആകെ 2 ഫിർദൗസ് ആണ് പിന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള. ഒന്ന് അൽകാഫിന്റെ ലാസ്റ്റ് ഭാഗത്തും ഒന്ന് മോമിനൂലും അല്ലെ. അപ്പൊ അങ്ങനെ പറയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അല്ലെ, അതായത് തറാവിക്ക് പോയാൽ ഓരോ കാലടികൾ എടുത്തു വെക്കുമ്പോ പാപമോചനം, അതിന്റെ ദറജകൾ എടുത്തും അള്ളാഹുവിന്റെ അടുത്ത് പിന്നെ വിരുന്നൊരുക്കും, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ടല്ലേ. അന്ന് പുലർച്ചെ വരെ നമസ്കരിച്ചവനെ പോലാണ് ഈമാനോടും ഇഹ്തിസാബോടും കൂടി ആരെങ്കിലും ആ നിസ്കാരം നിർവഹിച്ചാൽ അവൻ എന്തുണ്ട്, അവന് പിന്നെ പാപമോചനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. അപ്പൊ അതുപോലെ അതൊക്കെ തറാവിക്ക് പോകുന്നവർക്കാണെങ്കിൽ തറാവിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നവരെയും അള്ളാഹു അർഹമുറാഹിമീനായ നാഥൻ കൈയൊഴിയുകയില്ല എന്നിപ്പോ നമുക്ക് മനസ്സിലായോ അല്ലേ. അപ്പൊ ഇനി തറാവിക്ക് പോകാൻ പറ്റിയിട്ടില്ല, വിഷമാണ് എന്നും വിചാരിച്ച് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം അല്ലെ. അഥവാ തറാവിക്ക് പോകാൻ പറ്റുന്നില്ല, ക്ഷീണാണെങ്കിൽ വേഗം കിടന്നുറങ്ങുക അല്ലെ. മാക്സിമം നിസ്കരിച്ചിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. ബിക്കോസ് നമ്മൾ 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് എണീക്കുകയാണെങ്കിൽ നല്ലൊരു റമദാൻ മാസത്തിൽ നമ്മുടെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പിന്നെ എണീക്കാൻ വേണ്ടി അലാറം വെച്ചിട്ട് കിടക്കണം അല്ലെ. എന്നിട്ട് നമുക്ക് മുസല്ലേന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊണ്ടേക്ക് വെക്കാം എന്ന് പറയുന്നത്, അതിന് എഴുന്നേറ്റ് പോകുന്ന സമയം വൈകിക്കണ്ട. അപ്പൊ കുടിക്കാനുള്ള മരുന്നും ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം അല്ലെ. അവിടെ വെച്ച് 4 റക്അത്ത് നിസ്കരിച്ച് കുറെ സുജൂദിൽ തോർന്ന് കുറെ റുകൂഇൽ പിന്നെ ദുആ ചെയ്ത് ഇങ്ങനെ ദുആ ചെയ്ത് 2-3 മണിക്കൂർ 4:30 ആവുമ്പോൾ അടുക്കളയിലേക്ക് വന്നാൽ മതിയല്ലോ അല്ലെ. അത്രപ്പോഴല്ലേ സുബഹിയാവുള്ളൂ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഒരു നിസ്കാരം മിസ്സായി പോയോല് ഇങ്ങനെ ഈ രീതിയിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും സ്വീകാര്യമായ അമലുകൾ ചെയ്ത സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ